നിയമസഭയിലേക്കാണ്. നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം, സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി നിയമസഭയിൽ ഉണ്ടാകുന്നു. ഇന്നലെ നിയമസഭയിൽ ശക്തമായ പ്രതിഷേധമാണ് ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. തുടർന്ന് വേഗത്തിൽ സഭാ നടപടികൾ പൂർത്തീകരിച്ച് പിരിയുകയായിരുന്നു. ഇന്നും ഇതാ സഭാ നടപടികൾ വേഗത്തിലാക്കുന്നു സ്പീക്കർ. സഭ ഉടൻ പിരിയും എന്ന വിവരമാണ് അമൽ തേനംപറമ്പിൽ നിയമസഭയിൽ നിന്ന് നൽകുന്ന. പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. SIT ഏർപ്പാടാക്കി അന്വേഷണം നടക്കുകയാണ്. നിങ്ങൾ അവിടെ ഇരിക്കെ, സഭ നടക്കട്ടെ. ചോദ്യോത്തരം റദ്ദ് ചെയ്യുന്നു. സഭ അല്പസമയത്തേക്ക് നിർത്തിവെക്കുന്നു. ചോദ്യോത്തര വേളയിൽ തന്നെ നിയമസഭയിൽ വലിയ പ്രതിഷേധമായിരുന്നു. ചോദ്യോത്തരവേള നിർത്തിവെച്ചു. ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ സർക്കാരിന്റെ ആ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് തുടർച്ചയായ രണ്ടാം ദിവസവും നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ചോദ്യോത്തരവേളയിൽ തന്നെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത്. സാധാരണ നിലയിൽ ചോദ്യോത്തരവേള തടസ്സപ്പെടാറില്ല, ചില പ്രതിഷേധങ്ങൾ മാത്രമാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ചോദ്യോത്തരവേളയിൽ തന്നെ സ്പീക്കർ ഡയസിന് മുന്നിലേക്കെത്തി ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തി പ്രതിപക്ഷം വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ തുടർന്ന് സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. സഭാ നടപടികൾ വേഗത്തിലാക്കുകയാണ് സ്പീക്കർ. സഭ നിർത്തിവച്ചിരിക്കുന്നു. അമൽ തേനംപറമ്പിൽ വിവരങ്ങളുമായി ചേർന്ന അമൽ, സഭാ നടപടികൾ നിർത്തിവെച്ചു എന്ന് സ്പീക്കർ വ്യക്തമാക്കുന്നു. സഭ പിരിയുകയാണോ അതോ അല്പനേരത്തേക്ക് നിർത്തിവെച്ച് വീണ്ടും ചേരാനുള്ള സാഹചര്യമുണ്ടോ എന്ന് നോക്കുകയാണ്? രതീഷ, ചോദ്യോത്തരവേള തുടങ്ങി സ്പീക്കർ ചെയറിലേക്ക് എത്തിയ സമയത്ത് തുടങ്ങിയ പ്രതിഷേധമാണ് ഇപ്പോഴും തുടരുകയാണ്. ചോദ്യോത്തരവേള ഒരു 20 മിനിറ്റോളം അങ്ങ് പോയി. പക്ഷേ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ചോദ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ മന്ത്രിമാർ പറയുന്ന മറുപടിയും ഒന്നും സഭയിൽ കേൾക്കാത്ത തരത്തിലേക്കുള്ള പ്രതിപക്ഷ മുദ്രാവാക്യം വിളികളായിരുന്നു. അതേ തുടർന്ന് സഭ നിർത്തിവെക്കുകയാണ് എന്ന് സ്പീക്കർ വ്യക്തമാക്കി. ഈ ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഒരു നോട്ടീസ് പോലും നൽകിയിട്ടില്ല. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പോലും നൽകാത്ത ഒരു വിഷയത്തിൽ ഇത്തരത്തിൽ ബഹളം ഉണ്ടാക്കരുത്, സർക്കാർ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള കാര്യമാണ് സ്പീക്കർ പറയുന്നത്. എന്തായാലും സഭാ നടപടികൾ അങ്ങനെ ചോദ്യോത്തരവേള പകുതിയാകുമ്പോൾ നിർത്തിവെക്കുന്നു. അതിനുശേഷം 10 മണിയായപ്പോൾ വീണ്ടും സഭാ നടപടികൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ സഭയിൽ സംസാരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യം മുഴക്കൽ തുടരുകയല്ലേ? സഭാ നടപടികൾ നിർത്തിവെക്കുമ്പോൾ സ്വാഭാവികമായും കക്ഷി നേതാക്കൾ സംസാരിക്കുന്ന 1970 ജനുവരി 1 മുൻപായി പുനർനിർണയിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് നടുവട്ടം ഗോപാലകൃഷ്ണൻ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരിക്കുന്നു. 1950 മുൻപ് കേരളത്തിലുണ്ടായിരുന്ന തിരുവിതാംകൂർ, കൊച്ചി, മദ്രാസ് പ്രസിഡൻസ് ഭരണമേഖലകളിലെ കുടിയേറ്റം, സ്ഥിരവാസം എന്നിവ സംബന്ധിച്ച് ആധികാരിക രേഖകളൊന്നും ലഭ്യമല്ലാത്തതിനാൽ നിലവിലെ വ്യവസ്ഥ പരിഷ്കരിക്കുന്നതിൽ വിശദമായ പരിശോധനകൾ ആവശ്യമാണ്. കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. സഭ അല്പനേരം നിർത്തിവെച്ചു. വീണ്ടും സഭ സമ്മേളിച്ചു. ഇപ്പോൾ ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് സഭ ചോദ്യോത്തരവേളയിൽ നിന്ന് ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് കടന്നിരിക്കുന്നു. ശ്രദ്ധ ക്ഷണിക്കലിൽ മറ്റൊരു വിഷയത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ മറുപടി പറയുകയാണ്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശ്രദ്ധ ക്ഷണിക്കലിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി സഭയിൽ കേൾക്കുന്നത്. അതേസമയം പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിന് മുന്നിൽ മുദ്രാവാക്യം മുഴക്കാണ്. അമൽ തേനംപറമ്പിൽ തുടരുന്നുണ്ട്. അമൽ, സഭാ നടപടികൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരു നിലപാടാണ് സർക്കാരും സ്പീക്കറും സ്വീകരിക്കുന്നത്. രതീഷ്, ചോദ്യമാണെങ്കിൽ ഒന്നുകൂടി ആവർത്തിക്കുമോ? വലിയ പ്രതിപക്ഷ പ്രതിഷേധം, അതിനിടയിലും സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാം, സഭ പിരിയേണ്ടതില്ല എന്നൊരു നിലപാടിലാണോ സർക്കാരും സ്പീക്കറും? രതീഷ്, ഇപ്പോൾ KN ബാലഗോപാൽ സംസാരിക്കുകയാണ്. പക്ഷേ ആ സംസാരം കേൾക്കുന്നില്ല. മുഖ്യമന്ത്രി സംസാരിച്ചത് ഏകദേശം 10 മിനിറ്റ് മുൻപ് സംസാരിച്ച് പോയത് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്. എന്തായാലും മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ പോലും ഈ പ്രതിപക്ഷ പ്രതിഷേധത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല. മറ്റു മന്ത്രിമാരൊക്കെ സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ പ്രതിഷേധത്തിനെതിരെ വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ഒന്നും പറയുന്നില്ല. ഇപ്പോൾ KN ബാലഗോപാൽ സംസാരിക്കുകയാണ്. സഭയ്ക്ക് പുറത്ത് RSS നടത്തുന്ന അതേ നാടകമാണ് സഭയ്ക്കകത്ത് UDF നടത്തുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ലീഗ് MLA-മാരും KK രമ അടക്കമുള്ള MLA-മാരുമാണ് പ്രതിഷേധത്തിന് മുൻപന്തിയിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് പങ്കുണ്ട്, സർക്കാർ ഇതിൽ മറുപടി പറയണം, ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്ന് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഇങ്ങനെ സഭയിൽ മുഴങ്ങി കേൾക്കുകയാണ്. ഇനിയിപ്പോൾ അധികം സമയം നടപടികൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. വേഗത്തിലാക്കിയിരിക്കുന്നു നടപടികളെല്ലാം. മറുപടികൾ ഭൂരിഭാഗവും, ഈ ശ്രദ്ധ ക്ഷണിക്കലിലെ മറുപടികൾ ഭൂരിഭാഗവും ടേബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്
വിശദീകരിക്കാനുള്ള സമയം മന്ത്രിമാർക്ക് നൽകുന്നില്ല. വേഗത്തിലാക്കണമെന്ന നിർദ്ദേശം സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇനിയിപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ സഭയ്ക്ക് പുറത്തേക്ക്, സഭ പിരിയും ഉടൻ തന്നെ സഭയ്ക്ക് പുറത്തേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെയും അതുതന്നെയാണ് നടന്നത്. സഭാ നടപടികൾ മന്ത്രിയുടെ രാജി ഉണ്ടാകും വരെ നടത്താൻ സമ്മതിക്കില്ല എന്നൊരു നിലപാട് പ്രതിപക്ഷം പ്രഖ്യാപിക്കുന്നു. സഭയ്ക്ക് പുറത്തും ശക്തമായ പ്രതിഷേധത്തിന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇന്നലെ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നിരുന്നു. വിപുലമായ പരിപാടികൾ തന്നെ സംഘടിപ്പിക്കുക, ഈ അയ്യപ്പ ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയ ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് 2018 ഉണ്ടായ ശബരിമല വിഷയം പോലെ തന്നെ ഭക്തർക്ക് വലിയ ആശങ്കയുണ്ടാക്കിയ വിഷയമാണ് സ്വർണ്ണപ്പാളി വിഷയം. ആ വിഷയത്തിൽ രാഷ്ട്രീയമായി കൃത്യമായി ഇടപെടുക എന്നുള്ളതാണ് രാഷ്ട്രീയകാര്യ സമിതിയുടെ തീരുമാനം. 4 മേഖലാ ജാഥകൾ സംഘടിപ്പിക്കാൻ KPCC തീരുമാനിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ സഭ വിരിഞ്ഞാൽ ഉടൻ തന്നെ UDF യോഗവും ചേരുന്നുണ്ട്. UDFും ഈ വിഷയത്തിൽ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് സമരപരിപാടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. ഈ പ്രതിപക്ഷത്തെ ഇപ്പോൾ KN ബാലഗോപാലിന്റെ മറ്റൊരു പ്രതികരണം കൂടി വരുന്നുണ്ട്. പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുകയാണ് KN ബാലഗോപാൽ. ധൈര്യമുണ്ട് എങ്കിൽ ഈ വിഷയം, സ്വർണ്ണപ്പാളി വിഷയം ചർച്ച ചെയ്യണം എന്നുള്ളതാണ് KN ബാലഗോപാലിന്റെ വെല്ലുവിളി. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാത്തതിനാൽ ഈ വിഷയത്തിൽ ഇന്ന് ചർച്ച ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ നോട്ടീസ് നൽകി ചർച്ച നടത്തുന്നില്ല എന്നൊരു ചോദ്യം ഇന്നലെ തൊട്ട് ഭരണപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ ഏത് തരത്തിലായിരിക്കും പ്രതിപക്ഷത്തിന്റെ നീക്കം എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എന്തായാലും KN ബാലഗോപാലിന്റെ ഭാഗത്തു നിന്നും ഒരു വെല്ലുവിളി കൂടി ഉണ്ടാവുകയാണ്. എന്തുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല? ധൈര്യമുണ്ട് എങ്കിൽ ഈ വിഷയം, ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്ന് ഒരു മന്ത്രി തന്നെ പറയുകയാണ്. ബഹളങ്ങൾക്കിടെ എന്തായാലും ഇപ്പോഴും സഭാ നടപടികൾ പുരോഗമിക്കുന്നു. ഇപ്പോൾ MLA-മാരുടെ ചോദ്യങ്ങൾ തുടരുകയാണ്. എത്ര സമയം ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്. സഭയിൽ നിന്നുള്ള വെബ് സ്ട്രീമിംഗ് ആണ്, അവിടുത്തെ ദൃശ്യങ്ങളാണ്. അത് അല്പം വൈകിയാണ് വരുന്നത്. ഒരു 10 മിനിറ്റ് മുൻപത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ സഭ ഔദ്യോഗികമായി സഭാ TV പങ്കുവയ്ക്കുന്നത്. വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുന്നു. പക്ഷേ ഇപ്പോൾ സഭയിൽ സംഭവിക്കുന്നത് മന്ത്രിമാർ മറുപടി പറയുന്നു എന്നതാണ്. ഏറ്റവും ഒടുവിൽ സംസാരിച്ചത് KN ബാലഗോപാലാണ്. സ്വർണ്ണപ്പാളി വിഷയത്തിൽ വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും സ്വതന്ത്രനിക്കയിൽ മറുപടി പറയുമ്പോൾ ഉണ്ടായില്ല. അതേസമയം KN ബാലഗോപാൽ സർക്കാരിന്റേതായ നിലപാട് സഭയിൽ വിശദീകരിക്കുകയാണ്. പുറത്ത് RSSും അകത്ത് UDF നടത്തുന്ന നാടകമാണ് ഈ കാണുന്നതെല്ലാം. ഹൈക്കോടതിയിൽ സർക്കാർ നിലപാട് സ്വീകരിക്കുകയും ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്താണ് സ്വർണ്ണപ്പാളി വിഷയത്തിൽ. കോടതിയെ വെല്ലുവിളിക്കുകയാണ് പ്രതിപക്ഷം. കേരളത്തിലെ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട്. എന്തുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയില്ല എന്ന ചോദ്യം ഉൾപ്പെടെ പ്രതിപക്ഷത്തോട് ഉന്നയിക്കുകയാണ് ധനമന്ത്രി KN ബാലഗോപാൽ. അതേസമയം ശബരിമല